പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂട്ടുള്ളത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സുദീർഘമായി 2 മാസത്തോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചൊരിയണേ, അതുപോലെ തന്നെ റമദാനെ ഞങ്ങൾക്ക് നീ എത്തിക്കണേ എന്ന്. അൽഹംദുലില്ലാഹ്, അതിന്റെ ഫലമായി അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾക്ക് റമദാൻ എത്തി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസത്തിൽ നോമ്പിനെ നിർബന്ധമാക്കിയത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ നോമ്പ് കൊണ്ട് എന്താണ് അല്ലാഹു ലക്ഷ്യമാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണമില്ലാത്ത പാവങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണോ? അഥവാ ഭക്ഷണം കഴിക്കാതെ ശരീരത്തിന്റെ ഭാരം കുറക്കാൻ വേണ്ടിയാണോ? പകലിൽ ഹലാലായ പലതും റമദാനിന്റെ പകലാവലോടുകൂടി അത് ഞങ്ങൾക്ക് ഹറാമായി. എന്തുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളിലേക്ക് റമദാനിനെ നിർബന്ധമാക്കി, റമദാനിൽ നോമ്പിനെ നിർബന്ധമാക്കി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവുക, നിങ്ങൾ മുത്തഖീങ്ങളാവുക. അതിനു വേണ്ടിയാണ് അല്ലാഹു റമദാൻ മാസത്തിലെ നോമ്പിനെ നിർബന്ധമാക്കിയത്. ഉലൂഹിയത്തിനെ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലു തഖ്വ മിൻകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉലൂഹിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ എത്ര ഉലൂഹിയത്ത് കൊടുത്തോ, അല്ല നിങ്ങൾ എത്ര മാംസം ഉലൂഹിയത്ത് കൊടുത്തോ എന്നുള്ളത് അവിടെ വിഷയമല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാകിൻ യനാലുഹു തഖ്വ, നിങ്ങളുടെ തഖ്വയാണ് അവിടെ പ്രാധാന്യം. നിങ്ങൾ എത്രത്തോളം അല്ലാഹുവിലേക്ക് ഭയക്കുന്നു എന്നുള്ളതാണ് അവിടെ വിഷയം. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ സ്ഥാനം എന്താണ്, അതാണ് അവിടെ വിഷയം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ അല്ലാഹു ഒരിക്കലും നോക്കുകയില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. കാരണം തഖ്വയുടെ ഉറവിടമുള്ളത് അത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിൽ ഒരുപാട് പുണ്യമേറിയ രാത്രികളുണ്ട്. മഗ്ഫിറത്ത് ലഭിക്കുന്ന 10കൾ, റഹ്മത്ത് ലഭിക്കുന്ന 10കൾ, അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന 10കൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. ദുആകൾ സ്വീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളുമുണ്ട്, സമയവുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നേരത്ത് ഒരു സ്വഹാബി ഓടിക്കൊണ്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബേ, ഹബീബില്ലാത്ത ലോകത്തിൽ ഞാൻ എങ്ങനെയാണ് കാണുന്നത്? ഹബീബില്ലാത്ത ലോകത്തിന്റെ കാണാൻ എന്റെ കണ്ണിലെ കാഴ്ച വേണ്ട, നീ എന്റെ കണ്ണിലെ കാഴ്ച നീ എടുത്തു കളയണം എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണിലെ കാഴ്ച തന്നെ എടുത്തു കളഞ്ഞെന്ന് ചരിത്രത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു കാട്ടിലൂടെ കൂടെ 3 മനുഷ്യന്മാർ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ മഴക്കാരണം കൊണ്ട് അവർ ഒരു ഗുഹയിലേക്ക് ഇങ്ങനെ താമസിക്കാൻ ഗുഹയുടെ ഉള്ളിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഗുഹയുടെ അതിന്റെ മുൻവശത്തിലേക്ക് കല്ല് വീണുകയും ഗുഹ അടഞ്ഞുപോയി. അവർ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഒരു വെളിച്ചവുമില്ല, ഒരു സംസാരവും കേൾക്കുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഈ ഗുഹയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയേക്കാം. ലഅല്ലഹു യുഫർരിജുഹാ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. അങ്ങനെ അതിൽ നിന്നുണ്ടായിരുന്ന ഒന്നാമതെയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
യാ റബ്ബി യാ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. എല്ലാ ദിവസവും ഞാൻ അവർക്ക് പാൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ കുട്ടികളാണെങ്കിലോ അട്ടഹാസിച്ചു അവർ കരയുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, അവർ അട്ടഹാസിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അങ്ങനെ ഞാൻ അവർ കുട്ടികൾക്ക് പാൽ കൊടുത്തില്ല. എന്റെ മാതാപിതാക്കൾ ഉണർന്നത് വരെ, സുബഹി വരെ ഞാൻ ആ പാല് പിടിച്ച് അവിടെ കാത്തു നിന്നു. അങ്ങനെ സുബഹിയാകുമ്പോൾ എന്റെ മാതാപിതാക്കൾ ഉണർന്നതിന്റെ ശേഷം ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് പാല് കൊടുത്തതിന്റെ ശേഷമാണ് എന്റെ കുട്ടികൾക്ക് ഞാൻ പാല് കൊടുത്തത്. യാ റബ്ബേ, ഞാൻ ഇത് ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, അല്ലാഹുവേ ഞാൻ ഇത് ചെയ്തത് നിന്നെ പേടിച്ചിട്ടാണെങ്കിൽ, അല്ലാഹുവേ ഞങ്ങളെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കലോടുകൂടി പുറത്തു നിന്ന് പ്രകാശം കാണുന്ന രീതിയിൽ അല്പം ഗുഹയുടെ വാതിലെന്ന് നീങ്ങി കിട്ടി. വീണ്ടും രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാ റബ്ബി യാ അല്ലാഹ്, ഞാൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, വല്ലാതെ ഞാൻ അവളെ സ്നേഹിച്ചു പോയി. ഒരു ദിവസം ഞാൻ അവളോട് എന്റെ ഇഷ്ടത്തെ ഞാൻ അവളോട് പറഞ്ഞു. എന്റെ ആഗ്രഹം ഞാൻ സാധിക്കാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവളോട് പറഞ്ഞപ്പോൾ അവൾ അതിനെ വിലങ്ങി. പിന്നീട് ഞാൻ 100 ദീനാർ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ അതിനെ സ്വീകരിച്ചു, അവൾ അതിനെ സമ്മതിച്ചു. അങ്ങനെ അവൾ സമ്മതിച്ചു. ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം അവളോട് ഞാൻ എന്റെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഇത്തഖില്ല, ഓ അല്ലാഹുവിന്റെ അടിമയെ, നീ അല്ലാഹുവിനെ ഭയക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു ചോദിച്ചു, അല്ലാഹുവേ ഞാൻ ഇത് ചെയ്തത് നിന്നെ പേടിച്ചിട്ടാണെങ്കിൽ, നിന്നെ ഭയന്നുകൊണ്ട് ഞാൻ ഇത് ചെയ്തതാണെങ്കിൽ, അല്ലാഹുവേ ഞങ്ങളെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അങ്ങനെ ആ ഗുഹയിൽ നിന്ന് ആകാശം കാണുന്ന രീതിയിൽ ആ ഗുഹയുടെ വാതിലങ്ങ് നിങ്ങൾ കിട്ടി. അങ്ങനെ മൂന്നാമത്തെ ആൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യാ റബ്ബി യാ അല്ലാഹ്, എനിക്കൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. ഒരുപാട് കാലം ജോലി ചെയ്ത ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ജോലി ചെയ്തു കൂലി വാങ്ങാതെ അവൻ തിരിച്ചുപോയി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവൻ എന്നിലേക്ക് വരുന്നത്. എന്നിട്ട് ഞാൻ അന്ന് ജോലി ചെയ്തതിന്റെ കൂലി എനിക്ക് തരണമെന്ന് ചോദിച്ചപ്പോൾ ആ യജമാനൻ പറഞ്ഞു, ഒരു കൂട്ടത്തിൽ പശുക്കൂട്ടത്തെ കാണിച്ചുകൊണ്ട് ആ യജമാനൻ പറഞ്ഞു, ഈ പശുക്കൾ നിനക്കുള്ളതാണ്, ഇത് നീ കൊണ്ടുപോവുക. അപ്പോൾ ആ ജോലിക്കാരൻ ചോദിച്ചു, അല്ല നീ എന്നെ കളിയാക്കുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കളിയാക്കിയതല്ല, നീ അന്ന് എടുക്കാതെ പോയ കൂലിയിൽ നിന്ന് ഞാൻ വാങ്ങിയ പശുക്കളും ആ പശുക്കുട്ടികളാണ് ഇവിടെ ഉള്ളത്, ഇതിനെ നീ കൊണ്ടുപോവുക. അപ്പോൾ ആ ജോലിക്കാരൻ സന്തോഷത്തോടു കൂടി എല്ലാ പശുക്കളെയും കൊണ്ടുപോയി. റബ്ബേ, ഞാൻ ഇത് ചെയ്തത് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഹക്കുകൾ എല്ലാം കൊടുത്തു വിട്ടത് നിന്റെ പേടിച്ച് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, റബ്ബേ ഞങ്ങൾ നീ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിച്ചപ്പോൾ ഗുഹയിൽ നിന്നുണ്ടായിരുന്ന അതിന്റെ വാതിൽ മൊത്തം അങ്ങ് നീങ്ങി കിട്ടി. അങ്ങനെ അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കി തരുമാറാവട്ടെ.